السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാനും എല്ലാം ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നല്ല സ്ട്രോങ് ആയ ഈമാൻ അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റജബും കഴിഞ്ഞ് ഷാബാൻ പകുതി കഴിഞ്ഞ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി എല്ലാവരും വളരെ എന്താ പറയാ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുണ്യ റമദാനിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം എല്ലാ നിലക്കും എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അറിയാം. എന്നാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിൽ അശ്രദ്ധയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റബ്ബിലേക്ക് ഓടി വരാൻ വേണ്ടിയിട്ട് എല്ലാരും തയ്യാറാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ ഇന്ന് പിന്നെ പൊതുവായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ഞാൻ സൂറത്ത് നിസായിലെ ചില ആയത്തുകളിലൂടെ ഇങ്ങനെ പാരായണം ചെയ്തപ്പോ നിങ്ങളുമായി അത് പങ്കുവെക്കണമെന്ന് തോന്നിയ ചില വചനങ്ങൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഖുർആനുമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ലേ? ഖുർആന് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, എന്നാലും വീണ്ടും പറയാന്ന്, ഇടയ്ക്കൊക്കെ ഓരോ ആയത്തുകളുടെ അർത്ഥം ഒന്ന് പറ്റുമെങ്കിൽ പരിഭാഷ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ തന്നെ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെ? ഫോണിൽ നമുക്ക് എല്ലാം കയറ്റാം. പിന്നെ ഖുർആൻ അർത്ഥത്തോടെയുള്ള തഫ്സീർ വായിക്കാനും QMT ആപ്പ് ഉണ്ട്. അല്ലാതെയും ഒക്കെ മലയാളം വേണ്ടാക്കും മലയാളം, ഇംഗ്ലീഷ് വേണ്ടാക്കും ഇംഗ്ലീഷ്, ഏത് ഭാഷയിൽ നമുക്ക് പരിഭാഷ വേണോ അതൊക്കെ റബ്ബ് നമ്മളെ മുമ്പിൽ നമ്മളെ വിരൽ തുമ്പിൽ ഇങ്ങനെ എത്തിച്ചു തന്നിട്ടുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ശ്രദ്ധിക്കാം. അപ്പൊ ഖുർആനിന്റെ പാരായണം ഇങ്ങനെ പോകുമ്പോ ചിലപ്പോ നമ്മൾ എന്താക്കണം, ചില സ്ഥലത്തൊന്ന് നിർത്തണം അല്ലെ? യാ അയ്യുഹല്ലദീന ആമനു കാണുമ്പോ, അതുപോലെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇതൊക്കെ ഞാന് കുറെ മുമ്പ് എല്ലാവർക്കും ഒരു ടാസ്ക് ആയിട്ടൊക്കെ തന്നതായിരുന്നു. കുറെ പേരൊക്കെ അന്നേരം കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചുതരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുമ്പോ ആമിനു ആമിനു സ്വാലിഹാത്തൊക്കെ കാണുമ്പോ ഇല്ലേ ഒന്ന് നിർത്താന്. ഇത് സ്പീഡിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോ ഇടയ്ക്ക് എന്താക്കണം, ഒന്ന് ബ്രേക്ക് ഇടണം. എന്നിട്ട് എന്താക്ക, ഒന്ന് നോക്കാം എന്താന്നുള്ള പറയുന്നത് അല്ലെ? എന്താ നമ്മളോട് പറയുന്നത് ഒന്ന് നോക്കാം. എന്നിട്ട് അത് അതിന്റെ അർത്ഥം അറിയാൻ പറ്റെങ്കിലും ചിലപ്പോ ഇല്ലേ നമുക്കിപ്പം ഇപ്പൊ സൂറത്തുൽ ബഖറ എല്ലാം മാഷാ അല്ലാഹ് വളരെ പിന്നെ എന്താ പറയാ റൂട്ട് വേർഡ് സഹിതം നമ്മൾ പഠിക്കുകയാണ് അല്ലെ തഫ്സീർ. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രമിച്ചാല് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒരായത്തിനെ മനസ്സിരുത്തി പാരായണം ചെയ്താലുണ്ടല്ലോ ശരിക്കും നമുക്ക് ഏകദേശം അർത്ഥത്തെ ഏകദേശം ചില ഭാഗങ്ങളൊക്കെ മനസ്സിലാകാൻ കഴിയുന്ന ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവണം, അതിനുവേണ്ടി നമ്മൾ ഓതണം. അല്ലാതെ നമ്മൾ എത്ര ഓതിയാലും ചിലപ്പോ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. മനസ്സില് ഒരു ഏകാഗ്രത ഉണ്ടാക്കി റബ്ബിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് സംസാരിക്കുന്നത്, വേറെ ആരുമല്ല. ഇപ്പൊ ഞാന് ഹസീന ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നല്ലേ? മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കേൾക്കുന്നു, വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു, എന്താ പറയുന്നതെന്ന് കേൾക്കുന്നു. എന്നിട്ട് അല്ലെ അതില് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? ഇത് ഞാൻ എന്നോടുള്ള ഒരു ചെറിയൊരു ഇഷ്ടം അല്ലെ, ഒരു ബഹുമാനം. സത്യത്തില് നമ്മള് ഖുർആൻ ഓതുമ്പോ ആരുടെ സംസാരം നമ്മൾ കേൾക്കുന്നത്, ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്? വേറെ ആരുമല്ല അല്ലെ? ഈ ലോകത്തിന്റെ രാജാതിരാജനായ നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായ നിയന്താവായ
നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി തരുന്ന, നമ്മളെ ദിവസേന എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് പൊതിയുന്ന, അല്ലെ, നമുക്ക് ഭക്ഷണം നൽകുന്ന, വെള്ളം നൽകുന്ന, വായു നൽകുന്ന, താമസ സൗകര്യങ്ങൾ നൽകുന്ന, നടക്കാനും ഓടാനും ചാടാനും പിടിക്കാനും തിന്നാനും കുടിക്കാനും ഒക്കെ കഴിവ് നൽകിയ നമ്മുടെ റബ്ബ്, അല്ലെ, സുബ്ഹാനല്ലാഹ്, ആ റബ്ബാണ് എന്താക്കുന്നത്, നമ്മളോട് സംസാരിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആനിലൂടെ. ഞാൻ ഇന്നലെ ഇങ്ങനെ എന്താണ് ഷാബാനിന്റെ അല്ലെ പകുതി, ആ 15-ാം രാവിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളിലേക്ക് നോക്കും, പുറത്തു കൊടുക്കും, ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ഹദീസ്, അല്ലെ, സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കുക, ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ ഷാബാൻ മാസം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. കർമ്മങ്ങൾ ഏറ്റവും നല്ലതാക്കി കൊണ്ടുപോകാൻ, ഏറ്റവും നല്ല 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 കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാവട്ടെ എന്ന ആ ഒരു പരിശ്രമം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പൊ അതിങ്ങനെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ എന്തായിരിക്കും നമ്മളെ കുറിച്ച് വിചാരിക്കുന്നുണ്ടാകാം, അല്ലെ? നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണോ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുമ്പോ നമ്മളെ കുറിച്ച് അള്ളാഹു തആല നല്ലതാ വിചാരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഹുസ്നുൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല വിചാരം, നല്ല പ്രതീക്ഷ, അല്ലെ, റബ്ബിലേക്ക്. ഇപ്പൊ നമ്മൾ എന്താക്കുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുക, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെ അള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ദുആ ചെയ്ത് ഞാൻ കുറച്ച് സമയം ഖുർആൻ ഓതാന്ന് വെച്ചിട്ട് മുസാഫ് ഇങ്ങനെ മറിച്ചപ്പോ എന്റെ മുമ്പിൽ വന്ന പേജ് സൂറത്തുൻ നിസ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച സൂറത്തുൻ നിസ അതൊന്ന് ഓതാം. അങ്ങനെ അതില് ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നമ്മൾ നിസ്കാരത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കൊണ്ടുവരണം. അങ്ങനെ ഞാനില്ലേ അതിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഖുർആൻ തുറക്കുന്നത്. അപ്പൊ ഇല്ലേ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര അതിശയം തോന്നിപ്പോയി. ഭയങ്കര അതിശയവും സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നുപോയി. കാരണം എന്താ അറിയോ, ഞാൻ ഇങ്ങനെ തുറന്നപ്പോ എന്റെ മുമ്പിൽ വന്ന ആയത്ത് ഏതെന്നറിയോ? സൂറത്തു നിസായിലെ 68-ാമത്തെ ആയത്ത്. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ. എന്റെ കണ്ണിൽ ഇങ്ങനെ തട്ടിയത് അതായിരുന്നു. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ പാരായണം ചെയ്തപ്പില്ലേ വല്ലാത്തൊരു അനുഭൂതി തോന്നിപ്പോയി. കാരണം ഞാന് പിന്നെ അതായത് ഞാന് ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ഇതിങ്ങനെ തുറന്നത്. നോർമലി നമ്മള് ഖത്തം ഓതുമ്പോ നമ്മള് ഖത്തമിന്റെ ബാക്കി ഓതും. പിന്നെ അല്ലാതെ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ പേജ് വെറുതെ മറിക്കുമല്ലോ, അല്ലെ? അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കണ്ട പേജ് ഞാൻ ഇങ്ങനെ നോക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ. എന്താ പറയുന്നത്? നാം അവരെ നേർവഴിയിൽ ചേർക്കുകയും ചെയ്യുമായിരുന്നു. അതിനു മുമ്പ് അല്ലാഹു തആല പറയുന്നുണ്ടറിയോ, പിന്നെ അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നാം നൽകുകയും ചെയ്യും, അവരെ നേർവഴിയിൽ ചേർക്കുകയും ചെയ്യും. ആരാണ് പറയുന്നത്? ومن يطع الله والرسول ومن يطع الله والرسول. ആരല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, ഫഉലൈക, അക്കൂട്ടർ, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ ആരുടെ കൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മഅ, കൂടെ, അല്ലദീന, യാതൊരുവരുടെ കൂടെയായിരിക്കും, അല്ലദീ, ആരുടെ കൂടെയാണ്? മഅല്ലദീന അൻഅമ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെ. സുബ്ഹാനല്ലാഹ്. അതാര്? ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. സൂറത്തുൽ ഫാത്തിഹന്റെ വിശദീകരണത്തിൽ നമ്മൾ ഈ ആയത്ത് ഒരുപാട് കേട്ടതാ, അല്ലെ? അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, നബിമാരോടൊപ്പം, അല്ലെ? നബിമാരാകുന്ന നബിമാരുടെ കൂടെ. അതുപോലെ വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങൾ, സത്യസന്ധരായ ആളുകളുടെ കൂടെ. വശുഹദാഇ, ഷഹീദ്, രക്തസാക്ഷികൾ. വസ്സാലിഹീൻ, സാലിഹീങ്ങൾ, സൽക്കർമ്മകാരികളായ ആളുകളുടെ കൂടെയായിരിക്കും അവർ. സുബ്ഹാനല്ലാഹ്. ആര്?
ആരെ അല്ലാഹു തആല സിറാത്ത് മുസ്തഖീമിലാക്കാന്ന് പറഞ്ഞത്? ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആരുടെ പാതയാണത്? അള്ളാഹു മഹത്തായ ഉന്നതമായ വമ്പിച്ച പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണെന്നല്ലേ? അത് അവർ അവർ ആർക്കാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു തആല പറയുന്നത്? വമൻ യുതിഇല്ലാഹ വറസൂൽ. ഇതേ വേണ്ടു, ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യണ്ടു. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ. ഞാനിതിങ്ങനെ ഓതിയപ്പോ പടച്ചവനോട് പറഞ്ഞുപോയി, പടച്ചവനെ തയ്യാറാണ് റബ്ബെ, തയ്യാറാണ് റബ്ബെ, നിന്നെ അനുസരിക്കാൻ തയ്യാറാണ് റബ്ബെ. അല്ലെ, എന്തെങ്കിലും തരത്തില് വീഴ്ച എവിടെങ്കിലും ജീവിതത്തിന്റെ എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലാ നീ പുറത്തു തരണ അല്ലാ. നിന്നെ അനുസരിച്ച് നിന്റെ അടിമയായി ദുനിയാവിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവേ. നിന്റെ സ്നേഹം, അല്ലെ, നിന്റെ സ്നേഹം വേണം. നീ ഇഷ്ടപ്പെടണം അല്ലാഹുവേ. നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ ഒരു അടിമയായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം അല്ലാഹുവേ. ഞാൻ തയ്യാറാണ് റബ്ബേ എന്നിങ്ങനെ പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. കാരണം എന്റെ റബ്ബ് എന്റെ മുമ്പിൽ ഈ ഒരു ആയത്ത്, ഇത് ഒരുപാട് തവണ ഞാൻ ഓതിയ ആയത്ത് തന്നെയാണ്. പക്ഷെ ഇന്നലെ ആ രാത്രി ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ഇത് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു അനുഭൂതി, എന്തെന്നില്ലാത്തൊരു ആനന്ദം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളൊക്കെ ഈ പറഞ്ഞ ആളുകളുടെ കൂടെ ചേരാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പറയുമ്പോ ആ അൻഅംത നീ അനുഗ്രഹിച്ച, അല്ലെ, മഅൽ ലദീന അൻഅമല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം. ആ അനുഗ്രഹം ചെയ്ത, അനുഗ്രഹം ലഭിച്ച ആളുകൾ ആരാണ്? മിനൻ നബിയീൻ, നബിമാർ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ നബിമാരോടൊപ്പം. വസ്സിദ്ദീഖീൻ, സിദ്ദീഖുകൾ, സത്യസന്ധത. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ട വലിയൊരു ക്വാളിറ്റിയാണെന്ത്? സത്യസന്ധത എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സത്യത്തെ മുറുകെ പിടിക്കണം. സത്യത്തിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ. സത്യത്തോടൊപ്പം ആയിരിക്കണം നമ്മൾ. സത്യസന്ധരായിരിക്കണം നമ്മൾ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ വശുഹദാ, രക്തസാക്ഷികൾ, അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളായ ശുഹദാക്കളോടൊപ്പം. വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം. വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ലതാന്ന് പറയുന്നത്. വഹസുന, വഹസുന വളരെ നന്നായിരിക്കുന്നു, എത്രയോ നല്ലതാണ് താനും. ഉലൈക അക്കൂട്ടർ, റഫീഖാ സുഹൃത്തുക്കളായിട്ട്. അവരെത്ര നല്ല കൂട്ടുകാർ. ഇങ്ങനെയുള്ള നല്ല കൂട്ടുകാരോടൊപ്പം നാളെ അവന്റെ മഹ്ശറ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒന്നിച്ചിരിക്കാൻ, അണിനിരക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദാലികൽ ഫദ്ലു മിനല്ലാഹ്. ഇതെന്താന്ന് പറയുന്നത്? ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ഫദ്ലാണ്, ഔദാര്യമാണ്, അല്ലെ, ദയവാണ്. അള്ളാന്റെ ദയാണ്, അള്ളാന്റെ ഫദ്ല് മാത്രമാണല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണിത്. വകഫാ ബില്ലാഹി അലീമാ. അള്ളാഹ്ക്ക് എന്താണ്? അള്ളാഹ് മതി എന്ന് പറയുന്നത്. അള്ളാഹു മതി, അള്ളാഹ് തന്നെ മതി. എന്ത്? എല്ലാത്തിനും, അല്ലെ. അള്ളാഹു മതിയായവനാണ്. അലീമ, എല്ലാം അറിയുന്നവനായിട്ട്, എല്ലാം അറിയുന്നവനായി അള്ളാഹു തന്നെ മതി. അള്ളാഹു മതിയായവനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വാസികളെ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സൂറത്തുൻ നിസാഇല് 67, 68, 69, 70, 71 ഇങ്ങനെ പോവാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് വിശ്വാസികളെ, അല്ലയോ വിശ്വാസികളെ, എന്റെ പൊന്നടിമകളെ. എന്താ പറയുന്ന അല്ലാഹു തആല? ഖുദൂ ഹിദ്റകും, ഖുദൂ നിങ്ങൾ എടുക്കുവിൻ, കൈക്കൊള്ളുവിൻ. എന്ത്? ഹിദ്റകും ജാഗ്രത, ജാഗ്രത പാലിക്കാൻ. നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. നമ്മൾ
ജാഗരൂകരാകണം അല്ലെ. നമ്മളെ പിശാച് കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന്, ആക്രമിക്കുന്നതിൽ നിന്ന്, ഇബ്ലീസിന്റെ തന്ത്രങ്ങള്. നമുക്ക് രണ്ട് ദിവസമായിട്ട് ആയിഷ ക്ലാസ് എടുത്തിരുന്നത് നിങ്ങളെല്ലാരും കേൾക്കലുണ്ട്. അത് കേൾക്കണേ, എല്ലാരും കേൾക്കണേ. കാരണം എന്താ അറിയോ, നമ്മള് അത് കറക്റ്റ് ശരിക്കും ആ ക്ലാസ്സുകൾ ഉണ്ടല്ലോ നമ്മൾ മനസ്സിരുത്തി കേൾക്കണം. നമുക്കത് ആവശ്യമാണെന്നുള്ള രീതിയിൽ കേൾക്കണം. അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളണം എന്ന ആഗ്രഹത്തോട് കേൾക്കണം. അല്ലാതെ അതിനെ വിമർശിക്കാനോ അതിനെ കുറ്റപ്പെടുത്താനോ അതിൽ കുറെ പറയുന്ന കാര്യങ്ങൾ ശരിയില്ല എന്ന് പറയാനോ അതിനു വേണ്ടി ആവരുത് നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകൾ. എപ്പോഴും നമ്മൾ കേൾക്കുമ്പോ ഈ കേൾക്കുന്നതിൽ നിന്ന് റബ്ബേ എനിക്ക് നീ ഉപകാരം അല്ലെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ. അത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഇൻഫഅനി എന്ന് പറയുമ്പോ എനിക്ക്, ഇൻഫഅനാ എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അല്ലെ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ പ്രയോജനം ചെയ്യണേ റബ്ബേ. അതുപോലെ വല്ലംന നമുക്ക് ഉപകാരപ്രദമായത് നീ പഠിപ്പിച്ചു തരണേ. പഠിക്കുന്നത് ഉപകാരപ്പെടാനും ഉപകാരപ്രദമായത് പഠിക്കാൻ കഴിയാനും എപ്പോഴും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമൻ നാഫിആ, എപ്പോഴും പ്രാർത്ഥിക്കുന്നു അല്ലെ. നാഫിആ, ഉപകാരപ്രദമായ അറിവ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രയോജനകരമായ അറിവ്. അപ്പം ഉപകാരപ്രദമായ അറിവിന് വേണ്ടി നമ്മൾ എപ്പോഴും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മറന്നു പോകാൻ പാടില്ല ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ ജാഗ്രത പാലിക്കണം, നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളണം. അതുപോലെ ഫൻഫിറൂ സുബാത്തിൻ അവ ഇൻഫിറൂ ജമീഅ. അത് പിന്നെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നിച്ചോ അല്ലെങ്കിൽ ചെറു സംഘങ്ങളായോ കൂട്ടം കൂട്ടമായോ നിങ്ങൾ എന്താക്കുക, പുറപ്പെട്ടുകൊള്ളുക. ജാഗ്രത, എല്ലാ നിലക്കും നമ്മൾ ജാഗ്രത പാലിക്കണം. എല്ലാത്തിൽ നിന്നും നമ്മൾ ജാഗ്രത പാലിക്കണം. ശത്രുക്കൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും അല്ലെ, ഒരു ശത്രുവിന്റെ ഉപദ്രവം നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നതിൽ തൊട്ട്. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മൾ തന്നെ അല്ലേ. നമ്മളോ അല്ലെങ്കിൽ ഇബ്ലീസ്, പിശാച്, അവനാണ് ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിന്റെ നീക്കങ്ങൾ നമ്മൾ കരുതിയിരിക്കണം. ഏത് ഭാഗത്തുകൂടെയും വരാം അല്ലെ. മുന്നിലൂടെ എങ്ങനെ വരും, പിന്നിലൂടെ എങ്ങനെ വരും, നമ്മൾ ഇത്ര കാലം വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങളില്ലേ. സുബ്ഹാനല്ലാഹ്, അവൻ മുന്നിലൂടെ ആക്രമിക്കുന്നതിന് ഒരു പേടിയും മടിയും ഇല്ലാത്ത ഒരാളാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവന് നന്നായിട്ട് അറിയാം മനുഷ്യന്മാരുടെ അവസ്ഥ. ഇവരുടെ അടുത്ത് എങ്ങനെ വേണമെങ്കിലും പോകാം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇബ്ലീസിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ നിങ്ങള് 78 ആയത്തൊന്ന് എടുത്ത് നോക്കിയാ. 68 നിന്ന് നമ്മൾ 78 പോവുകയാണ്. സൂറത്ത് നിസാ തന്നെയാണ്. ഖുറാനൊക്കെ തുറന്നു വെച്ച് ഒന്ന് നോക്ക് അല്ലെ. എന്തെങ്കിലും ജോലിയോ പണിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്ക്. ഉറക്കം തോന്നുന്നെങ്കിൽ ഒന്ന് പോയി വന്നു കൊടുത്തിട്ട് വാ. എന്നിട്ട് ഒന്ന് ഇരുന്ന് ഖുറാൻ തുറന്നു വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നറിയോ? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا ما أصابك من حسنة فمن الله
وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا. എന്താ പറയുന്നേ? أينما تكونوا يدرككم الموت. أينما تكونوا, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടും, കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നിങ്ങളെ മരണം പ്രാപിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. മരണം പിടികൂടും, പിടിക്കപ്പെടും, കണ്ടുമുട്ടും, എവിടെയാണെങ്കിലും. അത് നിങ്ങൾ വലിയ വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, വലിയ കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും മണിമാളികകളിലാണെങ്കിലും. മുശയ്യദ എന്ന് പറഞ്ഞാല് കെട്ടിപ്പൊക്കപ്പെട്ട, ഉയർത്തപ്പെട്ട വലിയ കോട്ടയുടെ ഉള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ ഇത് പറയുന്നില്ല. അപ്പം അവിടെ പിന്നെ ഈ അവിശ്വാസികൾ അവരുണ്ടാവുമല്ലോ, അവര് തുസിബുഹും ഹസനത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാ, അല്ലെ? അവർക്ക് വല്ല നന്മയും ബാധിക്കുന്ന പക്ഷം അവർ പറയും ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. തുസിബുഹും സയ്യിഅത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, അല്ലെ? ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചാലോ അവർ പറയും നിന്റെ അടുത്ത് നിന്നുള്ളതാണ്. അപ്പൊ നീ പറയുക കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹിന്റെ അടുത്ത് തന്നെയാണ്. എന്നാൽ ഈ കൂട്ടർക്ക്, അല്ലെ, എന്താണ് ഇവർക്ക് എന്താ പറ്റിയത്, അല്ലെ? അവർ ഒന്നും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാഹു തആല എന്നിട്ട് പറയുന്നത് എന്താ? മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിനക്ക് നന്മയായിട്ട് നിനക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, ഇനി തിന്മയായിട്ട് നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ അത് നിന്റെ സ്വന്തത്തിൽ നിന്ന് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? ആദ്യം പറഞ്ഞത് മരണം എന്നുള്ളത് എവിടെയാണെങ്കിലും അത് പിടികൂടുക തന്നെ ചെയ്യും. ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തോന്നിവാസികളായിട്ട് ജീവിക്കോ, തിന്മകളിൽ മുഴുകി ജീവിക്കോ, തെറ്റുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കോ, നന്മകൾ ചെയ്യുന്നതിൽ അമാന്തം കാണിക്കോ, പിന്നത്തേക്ക് മാറ്റി വെക്കോ? ഒരു നന്മ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു, അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ടോ? നമുക്കെന്നാ മരണത്തെ യാതൊരു ചിന്തയുമില്ല. മരണം എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു നന്മ പിന്നത്തേക്ക് വെക്കൂല, നാളത്തേക്ക് വെക്കൂല. ഞാന് റജബിന്റെ അവസാനത്തില് എല്ലാരോടും ഒരു പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഷാബാനിൽ ഒരു നോമ്പെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 3 നോമ്പെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നോമ്പ്, അങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പറ്റുന്നുണ്ടോ ആവോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അല്ലെ? റജബില് ഷാബാനില് നനക്കൽ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ തന്നെയാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ നമ്മൾ നോമ്പുകാരാകുമ്പോ സുബ്ഹാനല്ലാഹ്, മലക്കുകളുടെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ അടുത്ത് ഒരു സഹോദരി ഒരു കാര്യം പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ ചിരിച്ചുപോയി. അത് അവര് ഇങ്ങനെ നോമ്പ് പിടിക്കുന്ന കാര്യം ചോദിച്ചപ്പോ, വെള്ളിയാഴ്ച ഇങ്ങനെ മാത്രം പിടിക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ, വെള്ളിയാഴ്ച മാത്രം എടുക്കാൻ പറ്റൂലല്ലോ. അപ്പം അയ്യാമുൽ ബീല് നമുക്ക് ഈ വ്യാഴം വെള്ളി ശനി അങ്ങനെയാണല്ലോ. പിന്നെ ചില സ്ഥലത്ത് ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ. അപ്പം പിന്നെ ഇനിയിപ്പോ സ്ത്രീകളാകുമ്പോൾ ചിലപ്പം പീരീഡ്സ് ഒക്കെ ആയിട്ടാകുമ്പോ ഈ ദിവസങ്ങളിൽ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം കേട്ടോ. 3 ദിവസം എടുത്താൽ മതി. ഏത് ദിവസമായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു നിയത്ത് വെച്ചിട്ട് നമുക്ക് എടുത്താൽ ആ പ്രതിഫലം തന്നെ കിട്ടും. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു എന്താ ശനിയാഴ്ച എടുത്താല്, വെള്ളി ശനി ഞായർ അങ്ങനെ എടുത്തോ? അപ്പൊ ഒരാൾ ശനിയാഴ്ച അവിടെ അവധിയാണ്, അപ്പൊ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ശനിയാഴ്ച, അന്ന് കൊതിയാവും എനിക്ക്. ഭർത്താവിന് ചോറുണ്ടാക്കി കൊടുക്കുമ്പോ എനിക്ക് കൊതിയാവും. അപ്പൊ സത്യം എനിക്ക് ചിരി വന്നുപോയി. അതിപ്പോ ഞാൻ പറയുമ്പോ അവര് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാനിത് പറയുമ്പോ. സത്യം എനിക്ക് അവരുടെ ആ നിഷ്കളങ്കതയാണ് ഞാൻ ചിന്തിച്ചത്, അല്ലേ? നമുക്ക് പിന്നെ
ഗൾഫിലൊക്കെ നിൽക്കുമ്പോ എപ്പോഴും ചോറും കറിയൊന്നും ഉണ്ടാക്കൂല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ളതെല്ലാം ഒപ്പിച്ച് അങ്ങനെ കഴിക്കും. ലീവ് ഉണ്ടാകുമ്പോ ഭർത്താവൊക്കെ ഉണ്ടാവും, മക്കളെല്ലാം ഉണ്ടാകുമ്പോഴേക്കും അല്ലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അത് നോമ്പെടുക്കാൻ ഒരു മടി. ഇതേ ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോ കൊതിയാവും. സത്യത്തിലുണ്ടല്ലോ, അങ്ങനെ കൊതിയുള്ളപ്പോ തന്നെ നമ്മള് നോമ്പെടുത്തിട്ടുണ്ടെങ്കിലേ ഭയങ്കര പ്രതിഫലമായിരിക്കും സത്യത്തില്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഇങ്ങനെ ഒരു ഷോർട്സ് അതില് ഒരു ഷോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്തും വിചാരിക്കണ്ട. നല്ല നല്ല ഷോർട്സ് ഉണ്ടാകുന്നുണ്ടല്ലേ. പിന്നെ ഈ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന അങ്ങനെ നല്ല ഇസ്ലാമിക് ആയിട്ടുള്ള. അപ്പൊ അതില് ഒരു പിന്നെ നമ്മളെ മുഹമ്മദ് കുട്ടി കണ്ണി എന്ന് പറയുന്ന അവര് ഒരു സ്പീച്ചിന്റെ ഒരു ചെറിയൊരു ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഓരോരുത്തർക്ക് പരീക്ഷണങ്ങള് വ്യത്യസ്ത രീതിയിലായിരിക്കും. അത് നമ്മൾ എന്തിലാണോ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, അതായത് നമുക്ക് ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാലാണോ നമ്മൾക്ക് കൂടുതൽ വിഷമമുണ്ടാകുക, ആ രീതിയിലായിരിക്കും പോലും പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ. അതല്ല, ശരിക്കും ചിന്തിച്ചു നോക്കിയാട്ടെ, ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോ അവരവർക്ക് വന്ന പരീക്ഷണങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കും. അതായത് ഇപ്പൊ പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പരീക്ഷണം വന്നിട്ട് അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് അത് വലിയ കാര്യമായിരിക്കൂല അല്ലെ. അപ്പം അയാൾ അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ഇനി മക്കളെ കാര്യത്തിൽ, ചിലപ്പോ മക്കളെ കാര്യത്തിൽ ഭയങ്കര ഇതുള്ള ആൾക്കാർ ഇപ്പം ചിലപ്പോ മക്കളെ വിഷയത്തിലേക്കും പരീക്ഷണം വരാം അല്ലെ. അങ്ങനെ ഓരോന്നും നമ്മൾ എന്തിലാണോ ക്രേസ് ആയിട്ടുള്ളത് അതിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലെ. ആമീൻ. അള്ളാഹു നമ്മളെ എന്തിലാണോ പരീക്ഷിക്കാൻ വിചാരിക്കുന്നത്, എന്തിൽ പരീക്ഷിച്ചാലും റബ്ബേ അതിനെ തരണം ചെയ്യാൻ, പിടിച്ചു നിൽക്കാനുള്ള നല്ല ഈമാൻ, കരുത്തുള്ള ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാനിൽ നല്ല സ്ഥിരതയും ദൃഢതയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും തരല്ലേ റബ്ബേ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളും തരല്ലേ റബ്ബേ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തന്നെ പ്രശ്നം എന്നാ പറയുന്നത്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക് അല്ലേ. വഅർസൽനാക ലിന്നാസി റസൂല വകഫാ ബില്ലാഹി ഷഹീദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്നെ ഞാൻ മനുഷ്യർക്ക് റസൂലായിട്ടാണ് അയച്ചിട്ടുള്ളത്, അള്ളാഹുവിന് സാക്ഷിയായിട്ട് അള്ളാഹു തന്നെ മതി. അപ്പം അതിന് സാക്ഷിയായിട്ട് അള്ളാഹു തന്നെ മതി എന്നാ പറഞ്ഞ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ലൈറ്റ് എന്നിട്ട് അള്ളാഹു താല പറയുന്നത്, റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരല്ലാന്റെ റസൂലിനനുസരിച്ചു അവൻ അള്ളാഹിനനുസരിച്ച പോലെയാണ് അല്ലേ. വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള. ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാലോ, അള്ളാഹു താല അല്ലെ അവരെ നിന്നെ കാവൽക്കാരായിട്ടൊന്നും നിയോഗിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അവൾ പറഞ്ഞു കൊടുക്ക, എത്തിച്ചു കൊടുക്ക. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാല് അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെയാണെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ റസൂലിനെ അനുസരിക്കാം അല്ലെ, അള്ളാഹുവിനെ എങ്ങനെയാ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അല്ലെ, അള്ളാഹു താല പറഞ്ഞ കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ് അനുസരണം വരിക. അതിനുശേഷം ഞാൻ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ നമുക്ക് പറഞ്ഞ ആയത്ത് നമ്പർ, ഞാൻ എല്ലാമൊന്നും പറയുന്നില്ല കേട്ടാ. പിന്നെ 86 ആയത്തെടുത്തോ. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ حَسِيبًا. 86 എന്താ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല? وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. അല്ലെ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ, അതായത് ഞങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ അല്ലെ, ഏറ്റവും നല്ലത് അതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ട് അങ്ങോട്ട്
അർപ്പിക്കുക എന്ന്, അഭിവാദ്യം അർപ്പിക്കുക. അല്ലെങ്കിൽ അത് തന്നെയെങ്കിലും തിരിച്ചു നൽകുക. കാരണം ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ. ഹസീബാണ് അല്ലാഹു തആല. ഹിസാബ് എന്താണ്? ഹിസാബിന്റെ ഹസീബാണ്. ഹിസാബ് എന്താ? കണക്ക് അല്ലെ? കണക്ക് നോക്കുന്നവനാണ് അല്ലാഹ്. നമ്മൾക്ക് ആരെങ്കിലും തന്നാല് അതിനേക്കാൾ ഉത്തമമായത് തിരിച്ചു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. അത് എന്താണെങ്കിലും അങ്ങനെ തന്നെ. എന്താണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ ഒരു അഭിവാദ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അഭിവാദ്യം എന്ന് വെച്ചാലല്ലേ സലാം. നമ്മളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെ മടക്കണം? വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മതി അല്ലേ? അത് ഭയങ്കര നല്ലൊരു മടക്കലാണ്. ഇനിയിപ്പോ ഒരാള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും മുസ്സലാം എന്നെങ്കിലും പറയണം അല്ലെ? വലൈക്കും എന്ന് മാത്രം പറഞ്ഞു നിർത്തരുത്. ഇനി ഒരാൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് നമ്മളോട് മടക്കിന്ന് വിചാരിച്ചോ, അല്ല പറഞ്ഞെന്ന് വിചാരിച്ചോ, അപ്പൊ എങ്ങനെ പറയണ്ടേ? അപ്പൊ വഅലൈക്കും മുസ്സലാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് പിശുക്കിന്റെ ലക്ഷണമാണ് അല്ലെ? നമ്മൾ പിശുക്കന്മാരാകാൻ പാടില്ല. സലാം പറയുന്ന കാര്യത്തിലായാലും ദിക്ർ ചെയ്യുന്ന കാര്യത്തിലായാലും നിസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലായാലും ഒന്നും നമ്മൾ എന്താക്കണ്ട, പിശുക്ക് കാണിക്കണ്ട അല്ലെ? നമുക്ക് ഒരുപാട് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കൊടുക്കണം. കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുത്താൽ അല്ലാഹു തആല നമുക്ക് അത് പകരം നൽകുക തന്നെ ചെയ്യും. കാരണം ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബാ. നിങ്ങളെ അല്ലെ അള്ളാഹു എല്ലാ കാര്യത്തിന്റെയും കണക്ക് നോക്കുന്നുണ്ട് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കണക്ക് നോക്കുന്നുണ്ട്. കണക്ക് നോക്കി ചോദിച്ചിട്ടല്ലാണ്ട് നമ്മളെ കാല് അപ്പുറം കിടക്കാൻ കഴിയൂല അല്ലെ? വിചാരണ നിലയം വിട്ട് കിടക്കണമെങ്കിൽ ചോദിക്കുവല്ല, നിനക്ക് തന്ന ആരോഗ്യം നീ എന്തിനു വിനിയോഗിച്ചു? നിനക്ക് തന്ന സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് തന്ന സമ്പത്ത് നീ എന്ത് കാര്യത്തിൽ ഉപയോഗപ്പെടുത്തി? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചോദിക്കൂലേ? ചോദിക്കൂലേ? ഒക്കെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്. എന്ത് മറുപടി കൊടുക്കാൻ അള്ളാന്റെ അടുത്തുണ്ട്? നമുക്ക് എന്താ മറുപടി ഉള്ളത്? കൃത്യമായ മറുപടി ഉണ്ടാകണം. അള്ളാഹ് കണക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളും എന്താക്കണം? കണക്ക് നോക്കണം സഹോദരിമാരെ. കണക്ക് കൃത്യമായിട്ട് നോക്കണം. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. കുറഞ്ഞു പോകണ്ട, കൂടിയാൽ പ്രശ്നമില്ല അല്ലെ? ചെയ്യുന്നതൊന്നും കുറഞ്ഞു പോകണ്ട, അത്രേ പറയാനുള്ളൂ. നമുക്ക് കുറെ കിട്ടണമെന്നല്ലേ നമുക്ക് ആഗ്രഹം? സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലക്ക് മതിയാ? ഒരു മൂലയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതിയാ? നമുക്ക് ഉന്നതമായ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ വേണ്ടേ? അവന്റെ അർശിന്റെ അടുത്ത്, ഏറ്റവും അടുത്ത് അല്ലെ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആസിയ ബീവി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പ്രാർത്ഥിച്ചൂടെ? നമുക്കും ആഗ്രഹിച്ചൂടെ? അത് ആഗ്രഹിക്കണമെങ്കിൽ, അതിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളടുത്ത് ഉണ്ടാവണ്ടേ അല്ലേ? കൊടുത്ത് 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 നേടുക അല്ലെ? ഒന്നിനൊരു കുറവ് വരുത്തണ്ട. ഞാൻ ഇങ്ങനെ ഇന്നലെ രാത്രി ഞാൻ പറയാം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ, പഴയ കാര്യങ്ങൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ എന്റെ മനസ്സിൽ വന്ന ഒരു ആഗ്രഹം ഉണ്ടേ. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിനി ആ ആഗ്രഹം. പക്ഷെ ഇന്നലെ ഒന്നും കൂടി കുറച്ചും കൂടി കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട് ആ ആഗ്രഹം വന്നിട്ട്. അപ്പം നിങ്ങളെല്ലാരും അതിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഇൻഷാ അള്ളാ. ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹിഫ്ള് സ്ഥാപനം, ഖുർആൻ പഠനം, ഇത്തിരി ഭൗതിക വിദ്യാഭ്യാസവും കൊടുത്തിട്ട് തന്നെ നമ്മളെ മക്കളെ സേഫ് ആക്കിയിട്ട് പെൺകുട്ടികൾക്ക് ഒരു സ്ഥാപനം തുടങ്ങണം, വലിയൊരു ആഗ്രഹം. ഇൻഷാ അള്ളാ നിങ്ങളെല്ലാരും സഹകരിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇൻഷാ അള്ളാ. അള്ളാഹു അതിന് നമുക്ക് ഏറ്റവും അള്ളാഹു എളുപ്പം നൽകട്ടെ അല്ലെ? നമുക്ക് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുകൂലമാക്കി തരട്ടെ. റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ട്, അല്ലാതെ ദുനിയവിയായ സാമ്പത്തികമായ ഒരു നേട്ടം ആഗ്രഹിച്ചിട്ടല്ല അല്ലെ? കുറെ ഫീസൊക്കെ വാങ്ങി ഒരു സമ്പാദ്യമാക്കുക, ഒരു വരുമാനമാക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന പോലും ഇല്ല. സത്യം, അള്ളാഹുവാണ് സത്യം. അങ്ങനെ ഒരു വരുമാനം എന്നുള്ള നിലക്ക് ചിന്തിക്കുന്നേ ഇല്ല. എല്ലാരും സഹകരിച്ചിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ,
സൗജന്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ ആ രീതിയിൽ നല്ലൊരു ദീനി സ്ഥാപനം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഈ അടുത്ത ഏതെങ്കിലും പരിസര പ്രദേശത്ത് അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാന് ഇൻഷാ അല്ലാഹ് വലിയൊരു ആഗ്രഹം ഉണ്ട്. അല്ലാഹു തആല എത്തിക്കട്ടെ. ആമീൻ. അപ്പം അള്ളാഹ് നമ്മള് ദുനിയാവിലും ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. യാസീൻ ടീച്ചർക്ക് വേറെ പണിയൊന്നുമില്ലേ, വെറുതെ അനങ്ങാണ്ട് വീട്ടിലിരുന്നാൽ പോരെ എന്നാലും ചിലപ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഈ ഒരു നമ്മളെ ചാരിറ്റി ഒരു സദക്ക ഗ്രൂപ്പ്, സത്യത്തില് ഞാന് അത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഗ്രൂപ്പായിട്ട് നമ്മളെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ തുടങ്ങിയിട്ട് ഏകദേശം 3-4-5 വർഷമായി. പക്ഷെ ഞാന് ഈ ഒരു ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നതല്ല, പിന്നെ ചെറിയ കുട്ടിയാകുമ്പോ നമ്മൾ ഉമ്മ കാണിച്ചു തന്നിട്ടാണ് ഇങ്ങനെ കൊടുക്കാൻ, ആൾക്കാരുടെ വാങ്ങിയിട്ട് കൊടുക്കാനുള്ള ഒരു പ്രചോദനം വന്നത്. ഇല്ലാത്ത ആളുകൾക്ക് ഉള്ള ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉമ്മ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം പറയും അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, മടിയില്ലാണ്ട് പോയി ചോദിക്കും, അങ്ങനെ കൊടുക്കും, എത്തിച്ചു കൊടുക്കും. മാഷാ അല്ലാഹ്. അപ്പം അന്നേരേ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോഴേ ഇതുപോലെ പിന്നെ ചെയ്യാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അത് പിന്നെ ഇത്രയും നല്ല രീതിയിൽ ഇത്രയും വിപുലമായി ഇപ്പൊ നമുക്ക് എന്താ പറയാ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ നല്ല രീതിയിൽ ഇത് ചെയ്യാനൊക്കെ സാധിച്ചത് സത്യത്തിൽ വെറുതെ വേണ്ട, ഇതിനെല്ലാം കുറെ മെനക്കെടാ, അതിന്റെ പിന്നാലെ പോയിട്ട് കുറെ തലവേദന എടുക്കണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്നാല് ഇങ്ങനെ ഒരു സംരംഭത്തിന് നമുക്ക് നടക്കുമായിരുന്നോ? ഇല്ല അല്ലെ? നമ്മളെ പരിശ്രമം എല്ലാ ഭാഗത്തും ഉണ്ടാകണം. അതിനെ നമ്മൾ ഓടി നടക്കണം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം അത് എത്രയോ ആളുകൾക്ക് വലിയ ആശ്വാസമാണ് സത്യത്തില്. ഒരു പ്രയാസം ഒരാൾ പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് അതിനൊരു പൈസ കളക്ട് ചെയ്ത് അവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് എത്ര വലിയ അനുഗ്രഹമാണല്ലേ. സുബ്ഹാനല്ലാഹ്. ഓരോ ചികിത്സന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒരാളൊരു വിഷമിക്കുന്ന 1000 ഉറുപ്പ്യ ഇപ്പൊ നമ്മളിങ്ങനെ മന്ത്ലി സഹായം കൊടുക്കുന്ന കുടുംബത്തിൽപ്പെട്ടതിന് ഒരു സഹോദരി, അവർ പെട്ടെന്ന് ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്ന് വേഗം എന്നെ വിളിച്ച് എന്തെങ്കിലും ഒരു പൈസ അയച്ചു തരാനുണ്ടാവോ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പൊ വേഗം എടുത്തു കൊടുക്കാൻ ഇതിങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഒരു വിഷമിക്കുമ്പോൾ ഒരു യതീമിന് ഒരു ഭക്ഷണം കൊടുക്കാന്, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാന്, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഉണ്ടാവോ അവിടാന്ന് ചോദിക്കുമ്പോ എത്രയും വേണ്ടതെന്ന് പറ, എടുത്തു തരാം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുന്നത് കൊണ്ടാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ. കാരണം ഈ ഗ്രൂപ്പിലൂടെ എത്തുന്ന സഹായങ്ങൾ എന്ന് പറഞ്ഞാല് സത്യത്തിൽ കണക്കില്ലാത്തതാണ്. അത്രയും ആളുകൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. അത്രയും അർഹതപ്പെട്ട പ്രയാസപ്പെട്ട ഒരു വിഷമം ഒരാൾ വന്ന് പറയുമ്പോൾ കൃത്യമായി അന്വേഷിച്ച് അറിയുന്ന അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. അല്ലാതെ എല്ലാവരും വന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. അൽഹംദുലില്ലാ. അതുപോലെ ഒരു കുടുംബം ജപ്തി ഭീഷണിയിലാണുള്ളത്. അവരെടുത്തതല്ല, അവരുടെ ഉമ്മ എടുത്ത ഇത് അവര് പിന്നെ ആ വീട് അവരെടുത്ത് അങ്ങനെ അത് വീടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ചില അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ ഭർത്താവിന് ജോലിയെല്ലാം ഇതായി, പിന്നെ വരുമാനം ഇല്ലാണ്ടായി, അങ്ങനെ ആകെ പ്രയാസത്തിന്റെ മേൽ പ്രയാസമായി പോയി. അവരെയും സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഗ്രൂപ്പിലിടാൻ മടിയായിട്ടാണ് ഇങ്ങനെ പലിശ സംബന്ധമായ ഒരു വിഷയത്തിൽ വന്നത് കൊണ്ട്. എന്തായാലും പക്ഷെ അവർക്ക് അതിൽ നിന്നൊരു മോചനം അവർ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ആ പലിശ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെന്തോ സഹായിക്കണം എന്നൊരു മനസ്സ് പറയുന്നു. അല്ലാഹു തആല അവരുടെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ പിന്നെ എന്തിനും നമ്മൾ പരിശ്രമിക്കണം, നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് ഉത്സാഹിക്കണം, ഒന്ന് ഓടി നടക്കേണ്ടി വരും അല്ലെ. അതിനു വേണ്ടി ചിലപ്പോ കുറച്ചധികം നമ്മൾ ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ടി വരും, കുറച്ച് ആൾക്കാരെ വിളിക്കേണ്ടി വരും, കുറച്ച് ആൾക്കാരെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ പോകേണ്ടി വരും. പക്ഷെ അതെല്ലാം എന്താണ്, ഓരോന്നും റബ്ബിന് വേണ്ടി അല്ലെ, റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്ന നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ ഏത് രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് സഹകരിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ നിങ്ങൾ സഹകരിക്കാം. ശരിക്കും നമ്മളെ ഉമ്മച്ചിയൊക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അവരൊക്കെ ഓടി നടക്കുന്ന അള്ളാഹു ആരോഗ്യം
ഒരുപാട് നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിനിടയിൽ ഒരു പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായി, എന്നാലും അള്ളാഹു അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാഷാ അള്ളാഹ്. അള്ളാഹു അവർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി എല്ലാ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാന് ഇന്നലെ എന്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവെ അല്ലെ. എന്നിട്ട് ഞാൻ ഓതുന്ന ആയത്ത് ഏതാണെന്നറിയോ? ഇങ്ങനെ ഓതി പോകുമ്പോ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്താണ് വന്നത് എന്റെ മുമ്പില്. അപ്പൊ ഞാൻ ചോദിച്ചോ, ആകാശഭൂമികളുടെ അധിപനല്ലേ അള്ളാഹുവെ, നിന്റെ അടുത്ത് എന്താ ഇല്ലേ? അള്ളാഹിനടുത്ത് ചോദിച്ചാൽ തരാ, കിട്ടാത്ത എന്താ ഉള്ളത്? കുറെ ആള് കാര്യം ഉണ്ടായിരുന്നു, അതെല്ലാം നിരത്തി പറഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചോനെ നിന്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലോ അല്ലെ. ആകാശങ്ങളും ഭൂമിയും നിന്റെ അധീനതയിലാണ്. എന്താണ് പിന്നെ ഖജനാവ് അല്ലെ, റബ്ബിന്റെ അടുത്താണ് അതിന്റെ. അത് ഒരിക്കലും കാലിയാകൂല, എത്ര എടുത്താലും അതിൽ നിന്ന് കുറഞ്ഞു പോകൂല. അപ്പൊ അതുകൊണ്ട് റബ്ബേ പിന്നെ നീ നൽകണേ അല്ലാ അല്ലെ. നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളിലുണ്ട്, അതിലേക്ക് ഞങ്ങൾ നീ എത്തിച്ചേർന്നേ റബ്ബേ. ഇങ്ങനെ കുറേ ആളുകൾ ദുആ വസീയത്ത് ചെയ്ത ആവശ്യക്കാരായിട്ട് ഒരുപാടുണ്ട് റബ്ബേ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകണേ റഹ്മാനെ. അങ്ങനെ പ്രാർത്ഥിച്ച അല്ലാഹുവെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വെച്ച് ജീവിക്കുന്നവരുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങൾ വെച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലെ. ആഗ്രഹിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ വെറും ദുനിയാവ് മാത്രം ആഗ്രഹിക്കല്ലേ, ദുനിയാവ് മാത്രം ആഗ്രഹിക്കല്ലേ, പരലോകം കൂടി ആഗ്രഹിക്കാം അല്ലെ, പരലോകം കൂടി ആഗ്രഹിക്കാം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഹജ്ജ് ഉംറ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര മനസ്സിൽ കൊതിയുള്ള കുറേ ആളുകളുണ്ട്. അള്ളാഹുവെ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ആ മുറാദ് നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാന്. ഇങ്ങനെ ആഗ്രഹം വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത് പോകാനുള്ള എളുപ്പം നീ പ്രദാനം ചെയ്യണേ റബ്ബേ. പൈസയും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരും ഉണ്ട് അള്ളാഹുവെ. അവർക്കും നീ എളുപ്പം കൊടുക്കണേ അള്ളാഹ്, അവർക്കും നീ എളുപ്പം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ഒരാളെ ഒഴിഞ്ഞു പോകാതെ ഓർമ്മ വന്നവരൊക്കെ പേരെടുത്തിട്ട് തന്നെ പ്രാർത്ഥിച്ച അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത് ഞാൻ എന്തിനാ പറയുന്നത്, നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടുമ്പോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരുടെ കാര്യങ്ങളും ഓർമ്മിച്ച് പ്രാർത്ഥിക്കും, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോ ഏറ്റവും നല്ലത് അല്ലെ, ഏറ്റവും നല്ലത് കൊണ്ട് പിന്നെ നമ്മള് അള്ളാഹുവിന് മറ്റുള്ളവർക്ക് നമ്മള് പകരം കൊടുക്കാന്നുള്ളതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അങ്ങനെ പോയി 95-ാമത്തെ ആയത്ത്. 95-ാമത്തെ ആയത്ത് അവിടെ എന്താ പറയുന്ന അറിയോ? അതിന് മുമ്പ് ആയോലദീന ആമനു പറഞ്ഞിട്ട് ഒരു ആയത്ത് വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. لا يستوي القائدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. എന്താ പറയുന്നറിയോ? ന്യായമായ വിഷമമില്ലാതെ യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും തുല്യരാവുകയില്ല. അതായത് എല്ലാ കഴിവും ഇതെല്ലാം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന ആളും പിന്നെ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളും ഒരുപോലെ ആകൂലാന്ന്. മനസ്സിലായ? ദീനിനു വേണ്ടി അല്ലെ, സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് അള്ളാഹു തആല ഈ ദുനിയാവില് ഒരു മുസ്ലിമായി ജനിക്കാനും മുസ്ലിമായി ജീവിക്കാനും അല്ലെ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഒക്കെ നമുക്ക് അള്ളാഹു തആല ഈ ഭൂമിയിൽ നമ്മളെ തെരഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിഞ്ഞപ്പോ
അള്ളാന്റെ ദീനിന് ഉയർത്താൻ വേണ്ടിയിട്ട്, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യണ്ടേ? നമ്മളൊരു ഭാഗവാക്കാകണ്ടേ? അല്ലെ? ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി ഒരു പൈസ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി ശരീരം കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ, എങ്ങനെ പറ്റുമോ അങ്ങനൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗവാക്കാകണം. അള്ളാന്റെ മാർഗത്തില് മുജാഹിദ് അല്ലെ, ജിഹാദ് ചെയ്യുന്ന ആളും അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളും തുല്യരാകൂല എന്ന് പറയുന്നേ. തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. ഇതിങ്ങനെ ഉയർച്ച ആഗ്രഹിക്കുമ്പോ വെറുതെ ഇരുന്നാ മതിയോ? വെറുതെ ഇരുന്നാ നമുക്ക് ഉയർച്ച കിട്ടുമോ? അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. അള്ളാഹുവെ പാഴാക്കി കളയല്ലേ റഹ്മാനെ, ഇതിന്റെ ഒരു അംശം തരാതെ ഇഖ്ലാസോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഇതിൽ നിങ്ങളോട് പറയുമ്പോ പേടിയാ. ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. അല്ലാഹു തആല പറയുന്നത് എല്ലാവർക്കും ഉള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, ഏറ്റവും നല്ല പ്രതിഫലം, നല്ലതായ പ്രതിഫലം തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അദീമാ, അള്ളാന്റെ മാർഗത്തില് സമരത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ കൂടുതലായി അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അപ്പം നമ്മള് ഒരു ദറജ കൂടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു അറിഞ്ഞൊരു നല്ല കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കാനെങ്കിലും, അതല്ലെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടാൽ അതിനെ തിരുത്താനെങ്കിലും. പാടില്ല മക്കളെ, അത് ചെയ്യാൻ പാടില്ല. എന്തിനാ അത് ഒഴിവാക്കി കൂടെയെന്ന് ഒരു നല്ല രീതിയിൽ ഒരു ഉപദേശമെങ്കിലും കൊടുക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളെന്തിനാ അത് നോക്കുന്നേന്ന് പറഞ്ഞ് മാറിപ്പോകാതെ അല്ലെ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ അതെങ്കിലും നമുക്ക് കഴിയണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്നും ചെയ്യാതെ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ നടക്കല്ലേ പ്ലീസ്. എന്നോട് തന്നെ പറയുന്നതാണ് ഞാന്. ദറജാത്തിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഈ ആയത്ത് ഓതിയപ്പോഴാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ ആ ഒരു ടൈറ്റിൽ ഇങ്ങനെ ഇട്ട അള്ളാന്റെ അല്ലെ, എന്താണ് ഏറെ പൊറുക്കുന്നവൻ അല്ലെ, കരുണാഭാരിതിയായ സ്നേഹനിധിയായ അള്ളാഹു ആണ് അല്ലെ. ദറജാത്ത്, ദറജ അല്ല ദറജാത്ത്, എന്താ ഒരുപാട് അല്ലെ, പല പദവികളുണ്ട്, പല പദവികൾ. മിൻഹു അവന്റെ അടുത്തുനിന്ന്, വമഗ്ഫിറതൻ പാപമോചനവും, വറഹ്മതൻ കാരുണ്യവും, വകാന അല്ലാഹു ഗഫൂറർ റഹീമ അള്ളാഹു എന്താണ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളിങ്ങനെ ഇതെല്ലാം ഓതുമ്പോ എന്താന്ന് ഇത് അറിയണമെങ്കിൽ ഇതിന്റെ അർത്ഥം അറിയണ്ടേ അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്ന, ഇടയ്ക്ക് ഓതുമ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നേ, അത് കഴിഞ്ഞ് അങ്ങോട്ട് മറിച്ചോ, പേജ് മറിച്ചോ. കുറെ ഉണ്ട്, എല്ലാം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കുന്ന ചിലത് മാത്രം പറയുന്നതാണ്. 103-ാമത്തെ ആയത്തെടുത്തോ. 103-ാമത്തെ പറയാന്ന് വെച്ചാൽ എല്ലാം പറയേണ്ട ആയത്തുകൾ തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ കുറച്ച് മാത്രം ഷോർട്ടാക്കി പറഞ്ഞുതരാന്ന് വെച്ചു.
ഞാൻ റംസാനിൽ തന്നെ വിചാരിക്കുന്നത് ഇതുപോലെ നമുക്ക് ആയത്തുകളിലൂടെ ഖുർആനിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകാം. അങ്ങനെ തന്നെയാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് പഠിച്ച ഭാഗങ്ങൾ തന്നെ ഉണ്ട് നമുക്ക് ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും ഒരുപാട്. ഇതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും ഇതുപോലെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ വോയിസ് ആയിട്ട് അയക്കാം. ഇനി ഉച്ചക്കത്തെ ഗൂഗിൾ മീറ്റിൽ ആർക്കെങ്കിലും സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞാൽ മതി കേട്ടാ. അവസരം തരാം. നിങ്ങൾക്ക് ദഅവ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവസരം തരാം. ഒരു 10 മിനിറ്റ് എങ്കിലും ടീച്ചർ എനിക്ക് ഇന്ന ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്, എന്താ ഉപയോഗപ്പെടുത്തിക്കൂടെ നിങ്ങൾക്ക് അവസരം? എന്ത് നല്ല അവസരമാണിത്. അള്ളാഹുവും അവന്റെ മലക്കുകളും ആകാശത്തിലെ പറവകളും ഭൂമിയിലെ സകല ജീവജാലങ്ങളും സമുദ്രത്തിലെ മത്സ്യങ്ങളും കുഞ്ഞു ജീവികളെല്ലാം അള്ളാന്റെ ഇൽമു പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്നു. സുബ്ഹാനല്ലാഹ്. ആരെല്ലാം പ്രാർത്ഥന കിട്ടുന്നു? ഈ ഭൂമിയിൽ കോടാനുകോടി ജീവജാലങ്ങളില്ലേ, അല്ലേ? നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാണാത്തതുമായ എത്ര ജീവികളുണ്ട്. ഭൂമിയിൽ സമുദ്രങ്ങളിൽ എത്ര മത്സ്യങ്ങളുണ്ട്. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന പറഞ്ഞെ. മലക്കുകളുടെ എണ്ണം എത്രയാ? സുബ്ഹാനല്ലാഹ്. ഇത്രയും പ്രാർത്ഥന കിട്ടുന്ന ഒരു കർമ്മമാണെന്ത്, അല്ലെ? ദീന്റെ മാർഗത്തിൽ ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് അതിനൊരു അവസരം തേടി വരണം നിങ്ങള്. ടീച്ചറെ എനിക്കൊരു അവസരം തരുമോ, എനിക്കൊരു അവസരം തരുമോ എന്ന് വെച്ചിട്ട് ഞാനിത് എല്ലാവരും പിന്നാലെ പോണം. ഇന്ന് ആരെങ്കിലും ക്ലാസ് എടുക്കോ, ഇന്ന് ആരെങ്കിലും എടുക്കോ, ഇന്ന് എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതെന്താണ് അവസ്ഥ? ക്യൂ ഉണ്ടാണ് ശരിക്കും. ഞാൻ പറയാൻ നോട്ട് സഹാബാക്കളെല്ലാം മത്സരിക്കാണ്. സാബിഖൂൻ എന്നവര് നന്മയിൽ മുന്നേറാൻ വേണ്ടി അവർ മത്സരിച്ചോടും. ഞാനിത് എത്ര കാലമായി പറയുന്നില്ലേ, എന്നിട്ടും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനൊക്കെ തയ്യാറാകുന്നുള്ളൂ. അറിയുന്ന ആൾക്കാർ തന്നെ മാറി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഇപ്പോ. അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ പറയാൻ വരുന്നില്ല. നമ്മളില്ലേ പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോ ഇത് പറയുന്നത് കേൾക്കുന്നവരില് ആരെങ്കിലും ഒക്കെ എനിക്കൊരു അവസരം തരണം എന്നിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 103-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല എന്താ പറയുന്നറിയോ? فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, നിസ്കാരം പൂർത്തിയായാൽ, നിസ്കരിച്ചു കഴിഞ്ഞാല് എന്താക്കണം? നിസ്കാരം തന്നെ എന്താണ്? ദിക്റാണ്, അല്ലെ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ദിക്ർ, ഓർമ്മയാണെന്ത്? നിസ്കാരം എന്ന് പറയുന്നത് തന്നെ ഓർമ്മയാണ്. നിസ്കാരം കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നമ്മള് ബക്കറയില് ബക്കറയിലെ ഹജ്ജിന്റെ ആയത്തിലെ അവിടെ പറയുന്നല്ലേ, ഫഇദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും, അല്ലെ? ഔ അശദ്ദ ദിക്റാ. സുബ്ഹാനല്ലാഹ്. നിസ്കരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്താക്കാനാ പറയുന്നത്? ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഓർമ്മിക്കി. ദിക്ർ ചെയ്യാൻ നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്ർക്ക് ഭയങ്കര ശ്രേഷ്ഠത ഉണ്ട്, അല്ലെ? സ്വർഗം നൽകുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞത്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ കൃത്യമായി ചൊല്ലുന്ന ആൾക്ക് സ്വർഗം പ്രതിഫലം. നമ്മളെ സലാം വീട്ടലും എണിച്ചോടലും തിരക്ക് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെ? ഫോൺ എടുക്കും, ഫോണ് വരും, എന്തെങ്കിലും കുത്തിക്കുറിക്കാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാകും. അത് ഇബിലീസ് തരുന്ന തിരക്കാണ്. ആ ഇബിലീസിന്റെ കെണിയിൽ പെട്ടുപോകരുത്. 33 ചൊല്ലിയിട്ടേ ഞാൻ എണീക്കൂന്ന് ഒരു പ്രതിജ്ഞ ചെയ്തോ. ആകെ 5 മിനിറ്റ് വേണ്ട. ഇത് വലിയ ആനക്കാരിയാക്കിയിട്ട് നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടല്ലേ ചൊല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആടെ എണീക്കും കേട്ടോ. പൂർത്തിയാകോ? ആ എണ്ണം ചിലപ്പോ ചെല്ലുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല, അല്ലെ? ആ ഒരു എണ്ണം പൂർത്തിയാക്കി ചൊല്ലാൻ. ഖിയാമൻ, നിന്നിട്ടും, അല്ലെ? നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ചൊല്ലി ഇനി നമ്മൾ എണീച്ചു പോകുന്ന അന്നേരം അള്ളാനെ മറക്കാൻ പാടുണ്ടോ? പറ്റൂല. നിന്നും, വഖൂദൻ, ഇരുന്നും, അല്ലെ? വഅലാ ജുനൂബിഹിം, കിടന്നും, അല്ലെ? പാർശ്വഭാഗങ്ങളിലായിട്ടും. ഫഇദത്മഅനൻതും, അങ്ങനെ നിങ്ങള് സമാധാനമായാൽ ഫഅഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുക. സുബ്ഹാനല്ലാഹ്. നിസ്കരിച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെ ഓർമ്മിക്കാൻ പറയുന്നത്. എന്നിട്ട് ഓടി നടന്ന് എല്ലാം കഴിഞ്ഞാൽ വീണ്ടും സമാധാനമായിട്ട് വന്നിട്ട് പിന്നെയും നിസ്കരിക്കാനാ പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ, അല്ലെ? നിസ്കരിക്കാം. അതിനിടയിലുള്ള സമയത്തൊക്കെ അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കാം. അവൻ എന്തായിരിക്കും? പരിശുദ്ധനായിരിക്കും, പ്യുവർ ആയിരിക്കും, ക്ലിയർ ആയിരിക്കും.
അള്ളാഹു അങ്ങനെയുള്ള നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഈ ഒരു ആയത്ത് നിങ്ങൾ എത്ര കേട്ടിട്ടുണ്ടാവും അല്ലേ? സൂറത്ത് നിസായിലാണിത്, 103-ാമത്തെ ആയത്തിലാണ്. ഇന്ന സ്വലാത്ത, നിശ്ചയമായ നിസ്കാരം, കാനത്ത്, അതായിരുന്നു അല്ലെ, ആയിരിക്കുന്നു, എന്ത് അതാകുന്നു, കാനത്ത് അലൽ മുഅ്മിനീന, വിശ്വാസികൾ, സത്യവിശ്വാസികളുടെ മേൽ, കിതാബൻ മൗഖൂത, സമയം നിർണയിച്ച, നിർബന്ധമായിട്ട് നിർണയിക്കപ്പെട്ടതായ ഒരു കർമ്മമാകുന്നു എന്ത്, നിസ്കാരം. നമുക്ക് തോന്നുമ്പോ നിസ്കരിക്കാനുള്ളതല്ല അല്ലെ, തോന്നുമ്പോ ശല്യല്ല, തോന്നുമ്പോ ശല്യാകാൻ പാടില്ല. നമ്മള് നിസ്കാരത്തിന് എന്തുണ്ട്, സമയമുണ്ട്. വെറുതെ സുബഹി ഇത്ര മണിക്ക്, ദുഹർ ഇത്ര മണിക്ക്, അസർ ഇത്ര മണിക്ക്, മഗ്രിബ് ഇത്ര അല്ലെ, ഇശാക്ക് ഇത്ര, എന്തിനാ സമയം നിശ്ചയിച്ചത്? നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളെ സൗകര്യത്തിന് നിസ്കരിക്കാനാ? അല്ല. അള്ളാഹുവിനെ അനുസരിക്കാൻ, റസൂലിനെ അനുസരിക്കാൻ നമ്മൾ നേരത്തെ പ്രതിജ്ഞ ചെയ്തതാ അല്ലെ, നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താക്കാൻ പാടില്ല, വീഴ്ച വരുത്താൻ പാടില്ല. സമയം എന്നുള്ളത് അത് ഒരു കൃത്യത നമ്മളെ ലൈഫിന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ ജീവിതത്തിന് തന്നെ ഒരു ചിട്ട ഉണ്ടാകണമെങ്കിലേ നമ്മൾ നിസ്കാരം കറക്റ്റ് ചെയ്യണം എന്നാ പറയുന്നത്. ഈ ആയത്ത് നിസ്കരിക്കാനും, നിസ്കാരത്തിന് ശേഷം ദിക്ർ ചെയ്യാനും, പിന്നെയും നിസ്കരിക്കാനും, നിന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ട് കിടന്നിട്ട് എല്ലാം അള്ളാഹിനെ ഓർമ്മിക്കാനും, പിന്നെ സമാധാനമായിട്ട് പിന്നെയും നിസ്കരിക്കാനോ പറഞ്ഞത്. അതന്നെ നമ്മളെ സമയം നിസ്കാരവുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആകണം. ഒരു യാത്ര പോകുമ്പോ, ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോ ചിന്തിക്കണം, അത് നിസ്കാരം എങ്ങനെ കവർ ചെയ്യാം, അതായിരിക്കണം ആദ്യത്തെ ചിന്ത. യാത്രയിൽ ജമ്മും കസർ അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു ദൂരപരിധി ഉണ്ട് അല്ലെ. അടുത്തടുത്ത് യാത്രകൾ ഉണ്ടാവൂലേ, എളാമാന്റെ വീട്ടില്, മൂത്തമ്മാന്റെ വീട്ടില്, കാർണോറ വീട്ടിലെല്ലാം പോകുമ്പോ നിസ്കാരം ഒന്നുകിൽ നിസ്കരിച്ചിട്ട് ഇറങ്ങുന്ന സിസ്റ്റം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെ എത്തിയാ നിസ്കരിക്കാനുള്ള ആ ഒരു രീതിയിലാകണം നമ്മുടെ യാത്രകൾ. കാരണം നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെ ഒരു മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. നമ്മളെ ശരീരത്തില് തലക്ക് എത്ര ഇതുണ്ട്, സ്ഥാനമുണ്ട്. തലയില്ലെങ്കിൽ പിന്നെ ശരീരത്തിന്റെ ഏത് അവയവം ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവും. ഒരാൾക്ക് ഇപ്പൊ കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും പ്രശ്നമില്ല, അയാൾ ജീവിക്കൂലേ. പക്ഷെ ഒരാൾക്ക് തലയില്ല, തലയിൽ നമ്മൾ ആരെങ്കിലും പറയോ അതോ ഒരു തലയില്ലാത്തൊരു മനുഷ്യൻ പോകുന്നെന്ന് പറയോ? ഇല്ല അല്ലെ. ഒരു കൈയില്ലാത്ത ഒരാളതാ, ഒരു കണ്ണില്ലാത്ത ഒരാളതാ അല്ലെ, ഒരു സംസാരശേഷി ഇല്ലാത്ത ഒരാളതാ, ഒരു കാലില്ലാത്ത ഒരാളതാ പോകുന്ന, കാലും കൈയും ഇല്ലാത്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ തലയില്ലെങ്കിൽ എന്താവില്ല, അയാൾ മനുഷ്യൻ എന്ന് പറയൂല അല്ലെ. അതുപോലെയാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് എന്താണ്, ഒരു ശരീരത്തിലെ തലക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തില് നിസ്കാരം. അത് കൃത്യത വേണം, അതിന് കണിശത വേണം, നല്ല ശരിയായ രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ശരിയാക്കിക്കോ, ഇന്നു മുതൽ ശരിയാക്കിക്കോ. ഞാനിത് ഒരുപാട് കാലമായി പറയുന്നു, വീണ്ടും 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 പറയുന്നു, നമ്മൾ നിസ്കാരത്തിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പെങ്കിലും നിസ്കാരത്തിന് വേണ്ടി തയ്യാറായി ആ ബാങ്ക് ഇങ്ങനെ പ്രതീക്ഷിച്ച് അല്ലെ, ഓതോ ചെയ്ത് ബാങ്കിനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു നല്ലൊരു ഉമ്മത്ത് അല്ലെ, നല്ലൊരു മുസ്ലിം, നല്ലൊരു സ്വാലിഹത്തായ നല്ലൊരു അടിമ, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിമയായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നന്മയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, നാളെ നമുക്ക് കിട്ടുന്ന ദറജ എത്രയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അല്ലെ. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ദിക്റിന്റെ ശ്രേഷ്ഠത മഹത്യം പറയുമ്പോൾ, അതെച്ചാല് ദിക്ർ ചെയ്യാന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരു അധ്വാനം ഇല്ലാത്തൊരു പണിയാന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കർമ്മമാണ്. പക്ഷെ അത് ചെയ്യാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൂടിയേ തീരും. എത്ര ആളുകൾ ദിവസേന ഒരു ദിക്ർ പോലും ചെയ്യാണ്ട് കടന്നു പോകുന്നുണ്ട് ഓരോ ദിവസവും അല്ലെ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ മിഷ്കാത്ത് ഗ്രൂപ്പിൽ എപ്പോഴും ഒരു മെസ്സേജ് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് 100 തവണ ചൊല്ലിയോ എന്നുള്ള ഒരു ചോദ്യം.
അല്ലെ? കുറെ ആൾക്കാർ പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പുതുതായി ജോയിൻ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് ഒരു സഹോദരി ചോദിച്ചു, അതെന്താ ഇങ്ങനെ ഒരു 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിയോന്ന് ചോദിക്കുന്നത്, അത് എന്താ കാര്യം, എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്, അത് ആരാ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഒരു ചോദ്യം. സത്യത്തില് നമ്മൾ ആ ഒരു ഓർമ്മപ്പെടുത്തല് വന്നത് എവിടുന്നായിരുന്നു? എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും, പക്ഷെ ആരും അത് ചെയ്യുന്നുണ്ടോ? ഇതിങ്ങനെ മെസ്സേജ് കാണും, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നല്ലാണ്ട് അത് കണ്ടാലെങ്കിലും ഒരു 2 മിനിറ്റ് അവിടെ വെച്ചിട്ട്, ഫോൺ അവിടെ വെച്ചിട്ട് ആ സുബ്ഹാനല്ലാഹ് ഒരു 100 എണ്ണം ചൊല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് വിചാരിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ്, അല്ലെ? എത്ര ആൾക്കാർ അത് കണ്ടാല് ഒരു 100 എണ്ണം സുബ്ഹാനല്ലാഹ് ചൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ചൊല്ലുന്ന ആൾക്കാരുണ്ട്. എന്തിനാ നമ്മളത് ഇടാൻ തുടങ്ങിയത്? ഒരു ഹദീസ്